ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ പാർട്ട്ണർക്ക് മറ്റൊരാളോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. കുറേ വീഡിയോസ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും പറയാത്ത വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചിലപ്പോൾ പല ആളുകൾക്കും, ഇപ്പോൾ പല സ്ത്രീകൾക്കാരും പുരുഷന്മാർക്കായാലും ഒരു സംശയമൊക്കെ വരാം. അവരുടെ പാർട്ട്ണർക്ക് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടോ, അവരുടെ മനസ്സിൽ വേറെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ സംശയങ്ങൾ ശരിയായിരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. സോ ഇത് പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ട്. മീൻസ് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറുടെ കാര്യത്തിൽ ഇതൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലാതെ തന്നെ വിശ്വസിക്കാം അവർക്ക് മറ്റൊരു അഫെയർ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണോട് അവർക്ക് വല്ലാത്തൊരു ഇഷ്ടം, അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് ഞാൻ പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവരുടെ ഫോണൊക്കെ ഭയങ്കര സീക്രട്ടീവായിട്ട് വയ്ക്കുക എന്നുള്ളത്. അതായത് പുറത്തൊന്നും അധികം മറ്റുള്ളവരെ കാണിക്കാതെ, ഇപ്പം നിങ്ങളെ തന്നെ ആ ഫോൺ ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളോ കാണിച്ചു തരുന്നുണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പോയിട്ട് ഞാനൊന്ന് നോക്കട്ടെ ഇതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ തരില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റീലാണ് കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റീലൊന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഞാൻ നിനക്ക് ഷെയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അയച്ചു തരായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ ഫോണിൽ ആ റീല് നോക്കാൻ നിങ്ങളെ സമ്മതിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാത്തിലും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, എല്ലാ ആപ്പുകളും ലോക്കായിരിക്കും. അവർ പുറത്ത് പോകുമ്പോഴത്തേക്കും ഫോൺ കൊണ്ടും ജസ്റ്റ് ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഫോൺ കയ്യിൽ പിടിക്കുന്നുണ്ടാവും. ഇതൊക്കെ വളരെ പെട്ടെന്ന് വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കും. ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് ഇത്തരത്തിൽ വളരെ ഒരു രഹസ്യ സ്വഭാവം അവരിൽ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു സൈനായിട്ട് തന്നെ എടുക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങളെയും അവർക്ക് ആരോടാണോ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് ആ ഒരു പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്യാം. അവരത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് ഒരു കമ്പാരിസണൊക്കെ അവിടെ കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളിലുള്ള കുറവുകൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെയാണ് അവർ കൂടുതലായിട്ട് നിങ്ങളിൽ കാണുന്നത്. അതേസമയം മറ്റൊരാളുടെ നന്മയിലേക്ക്, അല്ലെങ്കിൽ നന്മ എന്നുള്ളതല്ല, അവരിലുള്ള നല്ല നല്ല കാര്യങ്ങളിലേക്ക്, പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും അവർക്ക് മറ്റൊരു പേഴ്സൻ്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതായത് ആരുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്, കൂടുതലായിട്ട് കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണോ ആ ഒരാളോട് ഒരിഷ്ടം തോന്നിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പിയറൻസിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ എഫേർട്ട് എടുക്കുക, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടിയാണ്. കാരണം നമുക്ക് ഒരുപാട് അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കുമല്ലോ നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. സോ അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അത്ര കാലം വലിയ രീതിയിൽ അപ്പിയറൻസ് ശ്രദ്ധിക്കാത്ത ഒരാളായിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ കുറച്ചുകൂടി എക്സ്ട്രാ എഫേർട്ട് അതിന് വേണ്ടിയിട്ട് അവരെടുക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പുറത്ത് പോകുമ്പോഴൊക്കെ വളരെ ഭംഗിയായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അവരിൽ തന്നെ അവരുടെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ ഒരുപാട് അവർ കൊണ്ടുവരുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ അപ്പിയറൻസിൽ വളരെ പെട്ടെന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നാലാമതൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നവരും ഉണ്ട്. അതായത് ഇപ്പോൾ മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, വളരെ കുറച്ചു കാലം മുമ്പൊക്കെ, മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കും. എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുക, നിങ്ങളുടെ വിഷമങ്ങളിൽ പങ്കാളിയാവുക, അവരുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഭയങ്കര ഇമോഷണലി നിങ്ങൾ രണ്ടുപേരും അറ്റാച്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇമോഷണലി രണ്ടുപേർക്കും ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അവർ നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത്. അതായത് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ കൂടെ ഇല്ലാത്തതുപോലെ അവരുടെ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ആ ഒരു ആബ്സെൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യവും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അതായത് ഇമോഷണലി
നിങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള കണക്ഷൻ ഇപ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കാം. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ദേഷ്യം വരുന്നത് കാണാൻ പറ്റും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ചെയ്തിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറ്റിയത്, ഇത്രയും മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരുന്നത് പോലെ ആയിരിക്കും അവർ പെരുമാറുന്നുണ്ടാവുക. നമ്മളടുത്ത് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ചാടി കളിക്കാൻ വരുന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ രീതിയിൽ അവർ പെരുമാറും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നുണ്ടായിരിക്കുക. അപ്പം അത്തരത്തിൽ ഒരു പെരുമാറ്റം കാണുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളോടുള്ള പെരുമാറ്റം നിങ്ങൾ നോക്കുക. അതായത് അവർ നിങ്ങളെ ടച്ച് ചെയ്യുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്, അവരുടെ വൈബ് ഇതൊന്നും പഴയതുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ തൊടുമ്പോൾ പോലും അവർക്ക് തീരെ താല്പര്യമില്ലാതെ നിങ്ങളെ ടച്ച് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ സംസാരിക്കുമ്പോൾ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ വൈബ് എന്നൊക്കെ പറയുമ്പോൾ, മുമ്പൊക്കെ ഭയങ്കര വൈബായിരിക്കും, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഒരുപാട് തമാശകൾ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടുത്തുണ്ടെങ്കിലും അകലെയാണെന്നുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവർ മറ്റെന്തിനൊക്കെയോ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്തേക്കല്ല മറ്റാരിലേക്കൊക്കെയോ ഒരു അട്രാക്ഷൻ പോയിട്ടുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അവർക്ക് മറ്റുള്ള ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അതുകൊണ്ട് വന്നൂടെ എന്നുള്ളത്. ജോലി തിരക്കുകൾ കൊണ്ട് നിങ്ങളോടുള്ള സംസാരം കുറയുന്നതും ആ ഒരു ഇമോഷണലി ഉള്ള കണക്ഷൻ കുറയുന്നതും ഒക്കെ അതൊക്കെ ഓക്കെയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അവരുടെ അപ്പിയറൻസിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ജോലി തിരക്ക് കൊണ്ട് അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത് ടെൻഷനാണ്. ആ ടെൻഷൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അപ്പിയറൻസ് കൂടുതലായിട്ട് മാറ്റണം എന്ന് തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ നമുക്ക് ടൈം അല്ലെങ്കിൽ എഫേർട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് അപ്പുറത്ത് കുറേ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മളെ തന്നെ ഒരുപാട് ഒരുക്കാൻ ശ്രമിക്കുന്നു, മീൻസ് ആ ഒരു പേഴ്സണെ തന്നെ അവർ ഒരുപാട് ഒരുക്കാൻ ശ്രമിക്കുന്നു, നല്ല രീതിയിൽ ആവാൻ ശ്രമിക്കുന്നു, അപ്പിയറൻസിൽ വളരെ മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് മറ്റെന്തൊക്കെയോ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ മറ്റാരേക്കോ അവരിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരിൽ കാണുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് മറ്റൊരു അഫെയർ ഉണ്ട് എന്നുള്ളത്. ഇതിൽ 1-2 പോയിന്റ്സ് മാത്രം കണ്ടുകൊണ്ട് ഉറപ്പിക്കരുത്, അതുകൂടി ഞാൻ പറയുകയാണ്. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കില്ല, അപ്പോൾ ഇതിൽ എന്തോ 1-2 കാര്യങ്ങൾ മാത്രം കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാണ് ഇല്ലാതാവുക. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഇല്ലാതാവണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ആർക്കും നല്ലത് വരരുത് എന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ കുറേ പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവരെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത്, സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരിയായ വശം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കുറേ പേർക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേർക്കുള്ള ഒരാഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ട് എൻ്റെ പാർട്ട്ണർക്ക്, പക്ഷേ എനിക്ക് അവരില്ലാണ്ട് വരില്ല. ബിക്കോസ് ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലായിരുന്നു, ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയും. അപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളുടെ സ്വർഗമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് അവരെ തന്നെ എനിക്ക് വേണം, എന്തോ ചെറിയൊരു കാരണം കൊണ്ട് വേറൊരാളിലേക്ക് പോയിട്ടുള്ളതാണ്, അപ്പോൾ എനിക്ക് അവരെ തിരികെ കിട്ടണം, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. സോ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു അഫെയർ ഉണ്ടെങ്കിലോ ഒക്കെ അവർ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ളൊരു പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. സോ അങ്ങനെ ഒരു ഗൈഡൻസ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്